നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്കൊരു പാട്ട് ശ്യാം സാറിന്റെ പാട്ട് തന്നെ പാടും. തീർച്ചയായിട്ടും. വെൽ സെറ്റ്. ഷാനിന് പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. കാര്യം അത് ഞാൻ പാടണമെന്ന് വിചാരിച്ചിരുന്നത്, അത് കൃത്യമായിട്ട് പറയുന്നത്. അത് ശ്യാമസംഗീതം റൗണ്ടിൽ അടുത്തതായി പാടാൻ വരുന്നത് ശരത്. ഞാൻ വരത്തില്ല, എന്നെ ശ്യാം സാർ വിളിക്കണം. തമ്പി ശരത്ത് സർത്ത് മോനെ ഒന്ന് പാടയ്യ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ശരത് സാറിന്റെ വക. ചില നാണയം ചെറുചുംബനം കുരിശേറ്റിയൂതാ ഗുരുദേവനെയും. ചില നാണയം ചെറുചുംബനം കുരിശേറ്റിയൂതാ ഗുരുദേവനെയും. ഭൂലോകം പോലും കാലടിയിൽ വച്ചാലും ഒറ്റുകൊടുപ്പിക്കല്ലേ മനമേ. ജീവിതമാം കാൽവരിയിൽ മരകുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും. അപ്പവും വീഞ്ഞുമായി നിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ. ഇവർ ചെയ്ത പാപങ്ങൾ ഒരു മുൾക്കിരീടമായി ശിരസാവഹിച്ചോരു ദേവാ. ജീവിതമാം കാൽവരിയിൽ മരകുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും. മരകുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും. മരകുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും. വണ്ടർഫുൾ കോമ്പസിഷൻ. പിന്നെ ഇത് ലിറിക്സ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വിശ്വേട്ടനാണ്. പാറു ഈ ശിഷ്യന്മാരിൽ ഒരാൾ ഒറ്റുകൊടുത്തതാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ. അത് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം, അത് കുറേ ഉണ്ട്. കാര്യം പല ലെവലിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കൊണ്ട് സ്വാധീനിച്ചാണ് ഇത്രയും മഹാനായ ഒരു ഗുരുവിനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കണം. പിന്നെ പ്രലോഭനങ്ങളിൽ വീഴാത്ത ആരുമില്ലല്ലോ. പക്ഷെ അദ്ദേഹം എഴുതിയേക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ചില നാണയം ചെറുചുംബനം കുരിശേറ്റി യൂദാ ഗുരുദേവനെയും. അതിലുണ്ടല്ല. വളവളാന്ന് കഥ പറയേണ്ട കാര്യമില്ല. അതാണ് ഒരു ആ ലിറിസിസ്റ്റിൻ്റെ ഒരു ഗുണവും. പിന്നെ അതിന് അതിമനോഹരമായ ഒരു സംഗീതം നൽകിയ ശ്യാം സാർ. രണ്ടുപേർക്കും പിന്നെ ഇത് പാടിയ ആ മഹാഗായകനും ഞങ്ങളുടെ എല്ലാവരുടെയും വക പ്രണാമം. പറഞ്ഞില്ല. താങ്ക് യു ശരത് സാർ. താങ്ക് യു.